വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്. സിറ്റി വില്യം സ്കാൻ റിപ്പോർട്ടർ. കൊല്ലങ്കോടിന്റെ ഗ്രാമ്യ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ മടങ്ങി. വഴിയരികിലെ കൊല്ലങ്കോടുകാരോട് ചുമ്മാ ചോദിച്ചതാണ്, ഇനി ഇവിടെ കാണാൻ കാഴ്ചകളുണ്ടോ എന്ന്. അപ്പോൾ അവരാണ് എന്നെ ചിങ്ങൻചിറ ക്ഷേത്രത്തിലേക്ക് പോകാൻ നിർബന്ധിച്ചത്. ക്ഷേത്ര കാഴ്ചകൾ എനിക്കെന്നും പ്രിയപ്പെട്ടതുമാണ്. പച്ചച്ച പാടവരമ്പെന്നോണം ഒരു റോഡ് എന്നെ ചിങ്ങൻചിറയിലെത്തിച്ചു. പാടങ്ങളുടെ പച്ച കണ്ടങ്ങൾ ഞങ്ങളോടൊപ്പം ചിങ്ങൻചിറ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ചിങ്ങൻചിറയിലെ അഴുക്കുകൾ അതിരിട്ട ഒരു താമര കുളത്തിനരികെ ഞാൻ കുളക്കരയിൽ ആൽമരങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായി. വല്ലാത്തൊരു ജനക്കൂട്ടവും അവിടെ ഉണ്ടായി. പ്രകൃതി രമണീയമായ കൊല്ലങ്കോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി ക്ഷേത്രമാണ് ചിങ്ങൻചിറ കറുപ്പുസ്വാമി ക്ഷേത്രം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്വാമിയുടെ പേര് കേൾക്കുന്നത്. ഈ ആലിൻചോടുകൾ നിറയെ ഭക്തരാണ്. നല്ല കോഴിക്കറിയുടെ മസാല മണം മൂക്കിലും കണ്ണിലും കാതിലും നിറയുന്നു. ആലിൻചോടുകളിൽ തുറന്നു വെച്ച കുഞ്ഞു കുഞ്ഞു അടുക്കളകളിൽ കോഴിക്കറിയും ചോറും കാലമാകുന്നു. സമയം മഴ മാറി നിന്ന നട്ടുച്ച. കോഴിക്കറിയും ചോറും വിശപ്പ് കത്തിക്കുന്നു. അക്ഷരാർത്ഥത്തിലും ഇതൊരു പ്രകൃതി ക്ഷേത്രമാണ്. ഭീമൻ ആലുകളുടെ ഛായാതലങ്ങളിൽ പ്രകൃതിയാൽ നിർമ്മിതമായ ഒരു ഗുഹാക്ഷേത്രമാണ് ഇത്. ഒരു ചിറയോട് ചേർന്ന് നിൽക്കുന്ന ആൽമരങ്ങളുടെ തണലിലും തണുപ്പിലുമാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഒരു ചിറയുടെ പേരാണ് ചിങ്ങൻചിറ. അതുകൊണ്ടാവണം ഈ ക്ഷേത്രം ചിങ്ങൻചിറ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ക്ഷേത്രമാണ് ഇതിപ്പോ നമ്മളിപ്പോ പൊതുവായിട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഭക്തരിൽ നിന്ന് കറുപ്പസ്വാമിക്ക് നിവേദ്യം വെക്കാനാണ്. കറുപ്പസ്വാമിയാണ് അല്ല ഇത് രുദ്രമൂർത്തിയായ ഒരു കറുപ്പസ്വാമിയാണ്. ശിവന്റെ ഒരു ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും കോഴി കൊണ്ടുവന്ന് നേർച്ചയായിട്ട് കൊടുക്കുക. നമ്മൾക്ക് ഉദ്ദേശിച്ച കാര്യം നടത്താൻ വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് ശിവാംശത്തിന്റെ മറ്റൊരു രൂപമാണ് ഈ കറുപ്പസ്വാമി. അതിലേക്ക് നമ്മൾ നേർച്ചയായിട്ട് കോഴി കൊണ്ട് കൊടുക്കുക, ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടിയും ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട്. ആ വഴിപാട് സത്യത്തിൽ എന്തിനുള്ള വഴിപാടാണ്? സത്യത്തിൽ നമ്മൾ ഉദ്ദേശ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഏത് കാര്യമായാലും സന്താന ലബ്ധി, വിവാഹം, തൊഴിൽ അഭിവൃദ്ധി, ആരോഗ്യ അഭിവൃദ്ധി, അതുപോലെ തന്നെ എല്ലാ വിഷയവും മനുഷ്യന്മാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ആചാരം നമ്മള് മനസ്സുകൊണ്ട് നന്നായിട്ട് പൂജിച്ചിട്ട് സ്വാമിക്ക് അങ്ങോട്ട് അർപ്പിച്ചാൽ നടക്കുമെന്നാണ് വിശ്വാസം. സ്വാമിജി എവിടെ വരുന്നത്? ഞങ്ങൾ എലപ്പുള്ളി പാറ. എലപ്പുള്ളി ഇവിടെ അടുത്താണല്ലോ. എലപ്പുള്ളി അടുത്ത് തന്നെയാണ്. എലപ്പുള്ളി പാറ പല ഭാഗത്തുനിന്ന് ആളുകളുണ്ട്. ഞങ്ങളൊരു തൊഴിൽ മേഖലയിൽ നിന്ന് വന്ന മൊത്തം ആളുകളാണ് ഉള്ളത്. ഞങ്ങളൊരു സ്ഥാപനത്തിൽ നിന്ന് വന്ന തൊഴിൽ സ്ഥാപനത്തിൽ നിന്നാണ്. അതാണ് ഇത്രയധികം ഞങ്ങളുടെ കടയുടെ ജോലിക്കാരാണ് മുഴുവൻ ആളുകളും. സ്ഥാപനത്തിന്റെ പേര് ഭീമ ജ്വല്ലറി എന്നാണ്. ഭീമ ജ്വല്ലറിയാണ്. ആ ഭീമ ജ്വല്ലറി ശ്രേയസ്കരമായി മുന്നോട്ട് പോകാൻ വേണ്ടി 1, 2, 3, 4, 5 കോഴികൾ എന്ന് പറയുന്നത് 5 കോഴി. അപ്പൊ നമ്മുടെ തൊഴില് അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും നല്ല ചിന്തകൾ നടക്കാൻ വേണ്ടിയിട്ടും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും സ്വാമി അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണോ? എല്ലാവരും അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന. ഇനിയിപ്പോ എന്താണ് ഇനി അടുത്ത പരിപാടി? അടുത്ത് നമ്മള് ഇത് കോഴി അറുത്തിട്ട് നമ്മള് കറി വെച്ചിട്ട് ഒന്നും കൂടെ പൂജിക്കും. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. അത് ഇവിടെ തന്നെ അതിന്റെ ഒരു ഓഹരി ഇവിടെ അമ്പലത്തിൽ കൊടുക്കണം.
അപ്പുറത്തെ ഒരു അമ്പലമുണ്ട്. അത് കേരാടി മുത്തപ്പൻ എന്നാണ് അതിന്റെ പേര്. പേരാടി മുത്തപ്പൻ. ആ മുത്തപ്പന്റെ പ്രത്യേകത കൊടുക്കുക. അതും ഇവരുടെ ഒരു അംശം തന്നെയാണ്. അംശം തന്നെയാണ്. അത് ശരി. അവിടെ ഒരു അംശം അവിടെ കൊടുക്കണം. ഇവിടെ കൊടുക്കണം. ഇവിടെ നമ്മള് പൊങ്കൽ കൊടുക്കുക, പായസം കൊടുക്കുക. അങ്ങനെ ഇനി പായസം വേറെ നേദിക്കണം. നമ്മള് 12 മണിന്റെ ഉള്ളിൽ ഉത്തമ പൂജ കഴിക്കണം. ഉത്തമ പൂജ പറഞ്ഞാൽ വെക്കാനോ അങ്ങൊന്നും പാടില്ല. പായസം, അരി കൊണ്ടുള്ള ആ ഒരു ഇത് അങ്ങനെയുള്ളത് കൊടുക്കുക. 12 മണിക്ക് ശേഷം നമ്മൾ ഈ കോഴി അറുത്ത് കറി വെച്ചിട്ട് 12 മണിക്ക് ശേഷം ഉച്ച തിരിഞ്ഞിട്ടുള്ള ആ സമയങ്ങളിൽ നമ്മൾ അവിടെ കൊണ്ട് അർപ്പിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു ആചാരം. ബാക്കി ശേഷിച്ച കോഴിക്കറി നമ്മൾ പൂശം, നമ്മൾ കഴിക്കും. കഴിക്കുക, ഉള്ളവരെല്ലാം കൂടെ പങ്കുവെച്ച് കഴിക്കുക. അവിടെ ഭക്തർക്കൊക്കെ കൊടുക്കും. നമ്മളെല്ലാവരും ഭിക്ഷാദേഹികളാണ്. എല്ലാ മനുഷ്യന്മാരും ഒന്നാണ് എന്നുള്ള ഒരു അടിസ്ഥാനമാണ് നമ്മൾ. ആൽമരങ്ങൾ കൊണ്ട് തണൽ പെയ്യുന്ന ഈ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തർ എത്താറുണ്ട്. ഇന്ന് ഇവിടെ ഭക്തർ ഏറെയുണ്ട്. കൂടുതലും തമിഴ്നാട്ടുകാരാണ്. സാധാരണയായി ഒഴിവ് ദിവസങ്ങളിലാണ് കൂടുതൽ ഭക്തർ എത്താറുള്ളത്. ഈയിടെയായി കൊല്ലങ്കോടിന്റെ പ്രകൃതി ആസ്വദിക്കാനെത്തുന്ന മലയാളികളായ വിനോദസഞ്ചാരികളും ഇവിടെ സെൽഫി എടുക്കാനെത്തുന്നു. അവർക്ക് ഭക്തിയൊന്നുമില്ലെന്നത് സത്യമാണ്. അതേസമയം ഇക്കൂട്ടരുടെ വിഭക്തിയും വികൃതിയും ഈ ക്ഷേത്ര പരിസരത്തിന്റെ പരിശുദ്ധിയെ വല്ലാതെ കളങ്കപ്പെടുത്തുന്നുണ്ട്. കുരുതിയാണ് ഈ ക്ഷേത്രത്തിലെ കറുപ്പുസ്വാമിയുടെ മൂർത്തിഭാവം. പ്രധാനമായും സന്താനലബ്ധി, ഭവനലബ്ധി, മംഗല്യപ്രാപ്തി, ഉദ്യോഗലബ്ധി തുടങ്ങിയവയോടൊപ്പം ഇത്തിരി ശത്രുസംഹാരവും വിഘ്ന സംഹാരവും ഈ ക്ഷേത്രത്തിന്റെ വരദാന പരിധി വരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ലബ്ധികളുമായി ബന്ധപ്പെട്ട മാതൃകാ രൂപങ്ങളാണ് ഇവിടുത്തെ കാണിക്കകളും വഴിപാടുകളും. വീടിന്റെ രൂപങ്ങളും കളിത്തൊട്ടിലുകളുടെ രൂപങ്ങളുമാണ് കൂടുതൽ. പിന്നെയും നമുക്ക് പിടിതരാത്ത മറ്റു പല രൂപങ്ങളും നമുക്കിവിടെ കാണാം. പരമശിവന്റെ രുദ്രമൂർത്തി ഭാവമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള കറുപ്പുസ്വാമിക്കെന്നാണ് ഭക്തരിൽ കൂടുതൽ പേരും അവകാശപ്പെടുന്നത്. ഇക്കാര്യത്തിൽ അവരുടെ അറിവാണ് എന്റെയും അറിവ്. കറുപ്പുസ്വാമിയുടെ രുദ്രഭാവം കൊണ്ടാവണം ഇവിടെ കുരുതി നടക്കുന്നതെന്നാണ് ഞാൻ ഊഹിച്ചത്. കോഴി, ആട് മുതലായവയെ ഇവിടുത്തെ ആൽമരച്ചൂട്ടിലെ ശിലാബലിപീഠങ്ങളിൽ അറുത്ത് കുരുതി നിർവഹിക്കപ്പെടും. ആ ബലിപീഠങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോരച്ചാലുകളിലൂടെ നടന്നു വേണം ഇവിടെ ഭക്തർക്ക് വഴിപാടുകൾ അനുഷ്ഠിക്കേണ്ടി വരിക. പിന്നീട് കുരുതി കൊടുത്ത കോഴികളെയും ആടുകളെയും കറി വെച്ച് ചോറിനോടൊപ്പം ചേർത്ത് ഇവിടുത്തെ വനദൈവങ്ങൾക്ക് നേർച്ചാവിഹിതം വച്ചതിന് ശേഷം ഭക്തർ ആയതിന്റെ തിരുശേഷിപ്പ് കഴിക്കും. അങ്ങനെ കറുപ്പുസ്വാമിയുടെ അനുഗ്രഹാശിസ്സുകളോടെ വനദൈവ സായുജ്യം പ്രാപിച്ചു ശാന്തിയോടെ സമാധാനത്തോടെ ഭക്തർ മടങ്ങുന്നു. ഈ ചിറയും പരിസരങ്ങളും പല സിനിമകളുടെയും ദൃശ്യ പരിസരങ്ങളായിട്ടുണ്ട്. കളിയാട്ടം, കുഞ്ഞിരാമായണം, ശശിയും ശകുന്തളയും, പെരുങ്കളിയാട്ടം തുടങ്ങിയ പല സിനിമകളിലും ചിങ്ങഞ്ചിറ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഭാവിയിലും ഈ ക്ഷേത്രം ഒരു സെലിബ്രിറ്റി ക്ഷേത്രമായി നിലനിൽക്കുമെന്നാണ് ഞാനും കരുതുന്നത്. വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്. സിറ്റി വില്യം സ്കാൻ റിപ്പോർട്ടർ.